Good morning, students. നമുക്ക് സിങ്ക് കമ്പോണൻസിന്റെ ഡിസ്കഷനിലേക്ക് പോകാം. സിങ്ക് ജസ്റ്റ് നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്തിരുന്നു. സിങ്ക് എന്താണെന്ന് AWTയിൽ നിന്നും സിങ്കിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്തതാണ്. Sing is a set of classes that provides more powerful and flexible GUI components than does the AWT. നമുക്കിപ്പോൾ AWT ആണ് നമ്മളൊന്ന് ജസ്റ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. AWTയുടെ ബേസിൽ നിന്നുകൊണ്ട് തന്നെയാണ് സിങ്ങിലേക്ക് വരിക. അപ്പോൾ അതിലും കൂടുതൽ കുറച്ച് ഫ്ലെക്സിബിൾ ആണ്, ലുക്ക് ആൻഡ് ഫീൽ നന്നായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ദെൻ ലൈറ്റ് വെയിറ്റ് കമ്പോണൻസ് ആണ്. ഇങ്ങനെയുള്ള കുറെ പോയിന്റ്സ് നമ്മൾ സിങ്ങിനെ കുറിച്ച് പറഞ്ഞു. അതാണ് സിങ്ങിന്റെ ഡെഫിനേഷൻ ഒന്നുകൂടെ ഒന്ന് പറയുകയായിരുന്നു. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ രണ്ട് മെയിൻ പോയിന്റ്സ് ആണ്. സിങ്ക് കമ്പോണൻസ് ലൈറ്റ് വെയിറ്റും ആണ്, അതിന്റെ ലുക്ക് ആൻഡ് ഫീൽ ദാറ്റ് ഈസ് സപ്പോർട്ട് പ്ലഗബിൾ ലുക്ക് ആൻഡ് ഫീൽ. ഇത് രണ്ടും സിങ്ങിന്റെ രണ്ട് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആയിരുന്നു. നെക്സ്റ്റ് നമ്മുടെ ഡിസ്കഷനിൽ തുടങ്ങിക്കൊണ്ടിരുന്ന MVC കണക്ഷൻ ഓർ മോഡൽ വ്യൂ കൺട്രോളറിലായിരുന്നു അല്ലേ. ദാറ്റ് ഈസ് എ വിഷ്വൽ കമ്പോണന്റ് ഈസ് കമ്പോസിറ്റ് ഓഫ് 3 distinct aspects. The way that the component looks when rendered on the screen, the way that the component looks when rendered on the screen. ഒന്ന് അതാണ്, നമുക്കറിയാം എങ്ങനെയാണ് ആ കമ്പോണന്റ് സ്ക്രീനിൽ വ്യൂ ചെയ്യുക. Then the way that the component reacts to the user-ആയിട്ടുള്ള റിയാക്ഷൻ, the state information associated with the component. ഈ 3 പോയിന്റ്സ് MVC കണക്ഷന്റെ ആയിരുന്നു അല്ലേ. Sing uses this MVC connection, that is Sing uses a modified version of MVC that combines the view and the controller into a single logical unit called a UI delegate. അപ്പൊ നമ്മൾ സിങ്ങിന്റെ ആർക്കിടെക്ചറിലേക്ക് വരുമ്പം അതൊരു MVC കണക്ഷനും ആയിട്ട് കമ്പൈൻ ചെയ്തിട്ടുള്ള UI ഡെലിഗേറ്റിലാണ് വരിക. അപ്പൊ സിങ് അപ്രോച്ച് ഈസ് കോൾഡ് either a model delegate architecture or the separable model architecture. നമ്മൾ സിങ്ങിനെയും ഈ ഒരു വ്യൂയിലേക്കാണ് കൊണ്ടുവരിക. സിങ്ങിന്റെ ആ കുറെ ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു. ദാറ്റ് ഈസ് പ്ലഗബിൾ ലുക്ക് ആൻഡ് ഫീൽ എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ അതിന്റെ ആർക്കിടെക്ചറിലുള്ള ആ ഒരു പ്രത്യേകത കൊണ്ടും ഇതും സിങ്ങിനെ നമ്മൾക്ക് ഏതാണ് മോഡൽ ഡെലിഗേറ്റ് ആർക്കിടെക്ചർ അല്ലെങ്കിൽ MVC കമ്പൈൻഡ് ചെയ്തിട്ടുള്ള UI ഡെലിഗേറ്റും കൂടെ കമ്പൈൻ ചെയ്ത് നമ്മൾ മോഡൽ ഡെലിഗേറ്റ് ആർക്കിടെക്ചർ ഓർ ദ സെപ്പറബിൾ മോഡൽ ആർക്കിടെക്ചറിലേക്കായിരിക്കും സിങ്ങിന്റെ ഒരു ആർക്കിടെക്ചറിനെ നമ്മൾ പറയുക. സിങ് കമ്പോണൻസിനെ കുറിച്ച് പറയുമ്പം Sing components are basic building block of an application. അതിന്റെ ഒരു ഹൈറാർക്കി പറയുകയാണ് ഇവിടെ. നമ്മൾ AWTയിൽ കണ്ട കാര്യങ്ങളാണ് അല്ലേ. കമ്പോണന്റ്, കണ്ടെയ്നർ ഓർമ്മയുണ്ടായിരിക്കും. ദെൻ കണ്ടെയ്നറിൽ നിന്നാണ് ഇങ്ങോട്ട് വരിക JPanel, JScrollPan, പിന്നെ ഇതിന്റെ കുറെ ഉണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ അത് സിങ്ങിലേക്ക് മാറി. കണ്ടെയ്നറിൽ നിന്നും നമ്മൾ ഇവിടെ വരുന്ന AWT കമ്പോണൻസിലെ നിങ്ങളെ പാനൽ, സ്ക്രോൾ പാൻ, ബട്ടൺ, ലേബൽ ആ രീതിയിലൊക്കെ ഇവിടെ നമ്മൾ പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ അതേ കാര്യങ്ങൾ നമ്മൾ ഇവിടേക്ക് JPanel, JScrollPan ഇതെല്ലാം തന്നെ സിങ്ങിലേക്ക് വരികയാണ്. അപ്പൊ അതിന്റെ ഒരു ലെയർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ശരിക്കും നമ്മൾ AWT ഇല്ലാതെ ഒരു സിങ്ങിലേക്ക് വരുന്നില്ല. അപ്പൊ AWTയുടെ ബേസിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ സിങ്ങിലേക്ക് വന്നിരിക്കുന്നത്. ഇതാണ് അതിന്റെ ഒരു ഹൈറാർക്കി ജസ്റ്റ് ഒന്ന് കാണിച്ചിരിക്കുക. അപ്പൊ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ, നിങ്ങൾ ആദ്യം മുതൽ ഒന്ന് റെഫർ ചെയ്താൽ മതി. ഇത് ഒബ്ജക്റ്റ്, കമ്പോണന്റ്, കണ്ടെയ്നർ. നിങ്ങൾ ആ ഒരു ലെവൽ ഓർമ്മയുണ്ടെങ്കിൽ അതിൽ നിന്നാണ് നമുക്ക് ഇവിടേക്ക് വന്നിരിക്കുന്നത്. JPanel, JScrollPan എക്സെട്ര എന്നുള്ള ഒരു സെക്കൻഡ് ലെവലിലെ സിങ്ങിലേക്കാണ് വന്നിരിക്കുന്നത്. സിങ് ഹാസ് എ വൈഡ് റേഞ്ച് ഓഫ് വേരിയസ് കമ്പോണൻസ്. നമ്മൾ യൂസ് ചെയ്ത ബട്ടണും ചെക്ക് ബോക്സും എല്ലാം തന്നെ ഇതിനകത്തും ഉണ്ട്. നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാ സിങ് കമ്പോണൻസും, നമ്മൾ ഏതൊരു സിങ് കമ്പോണൻസ് എടുത്താലും അത് ഡിറൈവ് ചെയ്തിരിക്കുന്ന J കമ്പോണന്റ് ക്ലാസ്സിൽ നിന്നായിരിക്കും. ഓൾ സിങ് കമ്പോണൻസ് ആർ ഡിറൈവ്ഡ് ഫ്രം J കമ്പോണന്റ് ആണ്. ആൻഡ് ദാറ്റ് ക്ലാസ്, ദിസ് J കമ്പോണന്റ് ക്ലാസ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ AWT കണ്ടെയ്നർ. നമ്മൾ AWT കണ്ടെയ്നറിൽ നിന്നാണ് J കമ്പോണന്റ് ക്ലാസ് ഡിറൈവ് ചെയ്തിരിക്കുക. അപ്പം എല്ലാ സിങ് കമ്പോണൻസും നമ്മൾ ഡിറൈവ് ചെയ്തിരിക്കുന്ന J കമ്പോണന്റിൽ നിന്നായിരിക്കും. അപ്പം നിങ്ങൾക്കറിയാം AWT ഏതാണ്, ഹെവി, ലൈറ്റ് വെയിറ്റ് ആൻഡ് ഹെവി വെയിറ്റ് കമ്പോണൻസ് നമ്മൾ പറഞ്ഞു. അപ്പൊ AWTയുടെ കേസിൽ ഹെവി വെയിറ്റ് ആണ്, വിൻഡോ ആണെങ്കിൽ സിങ്ങിന്റെ കേസിൽ അത് ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. അപ്പൊ ഈ J കമ്പോണന്റിൽ കുറെ ഫീച്ചേഴ്സ് ആഡ് ചെയ്യുന്നുണ്ട് അല്ലെ. സിങ് കമ്പോണൻസ് ആർ ഡിറൈവ്ഡ് ഫ്രം J കമ്പോണന്റ് ആൻഡ് J കമ്പോണന്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ AWT കണ്ടെയ്നർ ക്ലാസ്. അപ്പൊ അതിന്റെ ഒരു അവിടെ തന്നെ നമുക്കറിയാം AWT ഇല്ലാതെ ഒരിക്കലും ഒരു സിങ് വരുന്നില്ല.
AWT കണ്ടെയ്നറിൽ നിന്നും ഡിറൈവ് ചെയ്തതാണ് ജെ കമ്പോണന്റ്. ആ ജെ കമ്പോണന്റിൽ നിന്നാണ് നമ്മൾ സിങ് കമ്പോണന്റ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നത്. ഇനി ഇവിടെ പറയുന്നത് every program with a Sing GUI must contain at least one top-level Sing container that provides the support that Sing components need to perform their painting and event handling. അപ്പോൾ എല്ലാത്തിൻ്റെയും ഒരു കണ്ടെയ്നർ ഉണ്ട്. നമ്മളൊരു സിങ്ങിൽ നിങ്ങൾക്ക് ഇങ്ങനെ AWTയിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് അധികം യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ അതുകൊണ്ടാണ് അത് ഹെവി വെയിറ്റ് ആണെന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ എപ്പോഴും ആദ്യമേ പറഞ്ഞാണ് ഇത് ലൈറ്റ് വെയിറ്റ് ആകാനുള്ള റീസൺ തന്നെ ഇതൊരു കണ്ടെയ്നറിലാണെന്ന് പറഞ്ഞല്ലേ. ഒരു കണ്ടെയ്നറിലാണ് നമ്മൾ ഈ കമ്പോണൻസിനെ പ്ലേസ് ചെയ്യുക. അപ്പോൾ എവരി പ്രോഗ്രാം വിത്ത് സിങ് ഒരു സിങ്ങില് ഓരോന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനൊരു ടോപ്പ് ലെവലിൽ സിങ് കണ്ടെയ്നർ ഉണ്ടാകും. ആ സിങ് കമ്പോണൻസ് നമ്മൾ ആ കണ്ടെയ്നറിലായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി മെയിനായിട്ട് സിങ്ങിലുള്ള 3 കണ്ടെയ്നർ ക്ലാസ്സസ് എന്ന് പറയുന്നത് മെയിനായിട്ട് 3 കണ്ടെയ്നർ ക്ലാസ്സസ് നമുക്ക് സിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ നേരത്തെ പഠിച്ച ഫ്രെയിമിൻ പോലെ തന്നെ ജെ ഫ്രെയിം, ജെ ഡയലോഗ് ആൻഡ് ജെ ആപ്ലെറ്റ്. ഇതേ സെയിം സംഭവങ്ങളാണ് നമ്മൾ AWT പറഞ്ഞ ഫ്രെയിം, ഡയലോഗ്, ആപ്ലെറ്റ് നമ്മൾ പറഞ്ഞു. നമ്മൾ സിങ്ങിലേക്ക് വന്നു കഴിയുമ്പം ജെ ഫ്രെയിം, ജെ ഡയലോഗ് ആൻഡ് ജെ ആപ്ലെറ്റ്. അവർക്ക് AWT കണ്ടെയ്നറിൽ നിന്നാണ് ജെ കമ്പോണന്റ്, ദെൻ ജെ കമ്പോണന്റിൽ നിന്നാണ് നമ്മൾ സിങ് കമ്പോണൻസിനെ ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, then each JFrame object implements a single main window. Each JFrame object implements a single main window and each dialog implements a secondary window. And each applet object implements an applet display area within the browser window. അപ്പോൾ നമ്മൾ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഫ്രെയിം ഒബ്ജക്റ്റ് ആണെങ്കിൽ സിംഗിൾ മെയിൻ വിൻഡോ ആയിരിക്കും, ഡയലോഗ് ആണെങ്കിൽ സെക്കൻഡറി വിൻഡോ. അപ്പം ഡയലോഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്തെങ്കിലും ഒരു ഡയലോഗ് ബോക്സ് ആയിട്ടുള്ള ഒരു ഇതിലാണ് വരിക. ആപ്ലെറ്റ് ആണെങ്കിൽ നമ്മൾ ജെ ആപ്ലെറ്റ് ആണ് ഇവിടെ പറയുക. ഡിസ്പ്ലേ ആൻ ഏരിയ വിതിൻ ദ ബ്രൗസർ വിൻഡോ. ബ്രൗസറിലായിരിക്കും അതിന്റെ ഒരു ഏരിയ ഡിസ്പ്ലേ ആകുന്നത്. അതാണ് 3 കണ്ടെയ്നർ എന്ന് പറയുന്നത്. സിംഗിൾ യൂസ് ചെയ്യുന്ന ടോപ്പ് ലെവൽ കണ്ടെയ്നേഴ്സ് ജെ ഫ്രെയിം, ജെ ഡയലോഗ് ആൻഡ് ജെ ആപ്ലെറ്റ്. ഒരു ഓർക്ക് കണ്ടെയ്നറിലായിരിക്കണം. AWTയിൽ നമ്മൾ കണ്ടെയ്നറിന്റെ കൺസെപ്റ്റ് വരുന്നില്ല. സിങ്ങിൽ നമ്മളൊരു കണ്ടെയ്നറിലായിരിക്കും കമ്പോണൻസ് പ്ലേസ് ചെയ്യുക. ടു അപ്പിയർ ഓൺ സ്ക്രീൻ എവറി GUI കമ്പോണന്റ് മസ്റ്റ് ബി എ പാർട്ട് ഓഫ് കണ്ടെയ്ൻമെന്റ് ഹൈറാർക്കി. ഈച്ച് കണ്ടെയ്ൻമെന്റ് ഹൈറാർക്കി ഹാസ് എ ടോപ്പ് ലെവൽ കണ്ടെയ്നർ ആസ് ഇറ്റ്സ് റൂട്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തൊരു റൂട്ടിലൊരു കണ്ടെയ്നർ കാണും. ആ കണ്ടെയ്നറിൽ നിന്നായിരിക്കും നമുക്ക് കമ്പോണൻസിനെ പ്ലേസ് ചെയ്യാൻ പറ്റും. മറ്റേത് നമ്മൾ നേരെ ഒരു ഫ്രെയിമിലേക്കോ, AWTയിൽ നിങ്ങൾ എങ്ങനെ ചെയ്യുക? AWTയിൽ നമുക്ക് ഇങ്ങനെ ഒരു കണ്ടെയ്നറോ കണ്ടന്റ് അങ്ങനെയൊന്നും ആവശ്യമില്ല. AWT കമ്പോണന്റിനെ നമ്മൾ നേരെ ആ ഫ്രെയിം വിൻഡോയിലേക്ക് ആഡ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എപ്പോഴും പറഞ്ഞ ആ പോയിന്റ് അതൊരു ലൈറ്റ് വെയിറ്റ് കമ്പോണന്റ് അല്ല, അല്ലെ, ഹെവി വെയിറ്റ് ആണ്. കാരണം അതിന് ആ ഏരിയ അതിനു വേണ്ടി യൂസ് ചെയ്യുകയാണ്, അത്ര റിസോഴ്സ്. ഇവിടെ അങ്ങനെയല്ല, ഇതിലെ എത്ര കമ്പോണൻസ് ആണെങ്കിലും അതൊരു കണ്ടെയ്നറിലേക്കാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഏതൊരു കമ്പോണന്റ് നമ്മൾ പ്ലേസ് ചെയ്യണമെങ്കിലും അതൊരു കണ്ടെയ്ൻമെന്റ് ഹൈറാർക്കി, ഒരു കണ്ടെയ്നറിലേക്ക് ആയിരിക്കണം നമ്മൾ അതിനെ ആഡ് ചെയ്യുക. അപ്പൊ ഏറ്റവും ടോപ്പ് ലെവലിൽ ഇതിന് വരുന്നത് എന്തായിരിക്കും? ഒരു റൂട്ടിൽ ഒരു കണ്ടെയ്നർ ഉണ്ടാവും. അപ്പൊ ഇവിടെ നോക്കിയാൽ ടോപ്പ് ലെവൽ കണ്ടെയ്നർ, ജെ ഫ്രെയിം, കണ്ടന്റ് ബാൻ, ജെ ലേബൽ. അപ്പൊ ഒരു കണ്ടന്റ് ബാൻ ആണ് നമ്മൾ കണ്ടെയ്നർ ആയിട്ട് പറഞ്ഞത്. കണ്ടന്റ് ബാനിലേക്കായിരിക്കും നമ്മൾ ഈ ജെ ലേബലോ ഏതെങ്കിലും കമ്പോണന്റ് ആയിക്കോട്ടെ ഇതിനെ നമ്മൾ ആഡ് ചെയ്യണമെങ്കിൽ അതൊരു കണ്ടന്റ് ബാനിലേക്കായിരിക്കണം. ഇതൊരു മെയിൻ ഡിഫറൻസ് ആണ്. നമ്മൾ AWTയും സിങ്ങും കൂടെ ചെയ്യുമ്പോഴുള്ള മെയിൻ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ഡിഫറൻസ്. അവിടെ നമ്മളൊരു കണ്ടെയ്നറിനെ നമ്മൾ യൂസ് ചെയ്യുന്നേ ഇല്ലെങ്കിൽ ഇതിനകത്തൊരു കണ്ടെയ്നർ ഉണ്ട്. ആ കണ്ടെയ്നറിന്റെ കണ്ടന്റ് ബാനിലേക്കായിരിക്കും നമ്മൾ ഈ കമ്പോണൻസിനെ പ്ലേസ് ചെയ്യുക. Then each top level container has a content ban that generally speaking contains the visible components in the top level containers GUI. അപ്പം ഒരു കണ്ടന്റ് ബാൻഡ് കണ്ടെയ്നർ, കണ്ടന്റ് ബാൻ, ദെൻ ആ കണ്ടന്റ് ബാനിലേക്കാണ് നമ്മൾ ഇതിനെ ആഡ് ചെയ്യേണ്ടത്. മറ്റേ നമ്മൾ ഒരു ലേബൽ എടുത്താലും ഇങ്ങനെ ഡയറക്റ്റ് കൊണ്ട് ആഡ് ചെയ്യാം. ഇവിടെ ഏതൊരു കമ്പോണന്റിനെ എടുത്താലും ഈ ഒരു ഹൈറാർക്കിയാണ് അതിനകത്ത് മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ ഇത് ലൈറ്റ് വെയിറ്റ് ആണെന്ന് പറയാനുള്ള റീസൺ വീണ്ടും ഞാൻ പറയാണത് എന്താണ്, അതൊരു ഹെവി വെയിറ്റ് അല്ല, ലൈറ്റ് വെയിറ്റ് കമ്പോണന്റ് ആകാനുള്ള റീസൺ അതിനകത്ത് നമ്മളൊരു കണ്ടെയ്നറിലേക്കാണ് ഇതിനെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ റിസോഴ്സ് യൂട്ടിലൈസേഷൻ അവിടെ കുറവാണ്. അപ്പൊ സെപ്പറേറ്റ് ഓരോ കമ്പോണന്റിനും വേണ്ടി നമ്മൾ റിസോഴ്സസ് അവിടെ യൂസ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ലുക്ക് ആൻഡ് ഫീലും പ്ലഗബിൾ ലുക്ക് ആൻഡ് ഫീലും എല്ലാം ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ എല്ലാ റീസൺ എന്ന് പറയുന്നത് ഇത് ആഡ് ചെയ്യുന്ന ഒരു കണ്ടെയ്നറിലേക്ക് തന്നെയാണ്. അപ്പൊ നമ്മൾ എപ്പോഴും
ഒരു ചെറിയ കമ്പോണന്റ് ഏതൊരു കമ്പോണന്റ് പ്ലേസ് ചെയ്യണമെങ്കിലും അതൊരു കണ്ടെയ്നറിലെ കണ്ടന്റ് ബാനിലേക്കായിരിക്കണം ആഡ് ചെയ്യുക. You can optionally add a menu bar at the top level container. Menu bar is positioned within the top level container but outside the content ban. അപ്പം മെനു ബാർ അതിനകത്ത് നമ്മൾ മെനു ബാർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും. മെനു ബാർ അതിന്റെ കൂടെ നിൽക്കില്ല, കണ്ടന്റ് ബാനിന് പുറത്തായിരിക്കും മെനു ബാറിന്റെ പൊസിഷൻ എന്ന് പറയുന്നത്. നമുക്ക് അതിന് പുറത്തായിട്ട് ഒരു മെനു ബാറിനെ പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ പറഞ്ഞപ്പം കമ്പോണന്റ് ആൻഡ് കണ്ടെയ്നർ അല്ലേ, കമ്പോണന്റും കണ്ടെയ്നർ എന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. അത് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലായോ നോക്കുക. കമ്പോണന്റ് എന്ന് പറയുമ്പോൾ ഇൻഡിപെൻഡന്റ് വിഷ്വൽ കമ്പോണന്റ്, നമ്മളൊരു ബട്ടണ്, ഒരു ചെക്ക് ബോക്സ്, ഒരു ലേബല്, അങ്ങനെയുള്ള എന്ത് കൊടുക്കുന്നു അതെല്ലാം ഒരു കമ്പോണന്റ് ആണ്. നമ്മൾ ഈ പ്ലേസ് ചെയ്യുന്ന നമുക്കൊരു ഇവന്റ് ഉണ്ടാകാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സോഴ്സ് അല്ലെ, അങ്ങനെയുള്ള ഏതാണേലും അതൊരു കമ്പോണന്റാണ്. നമ്മൾ ആ കമ്പോണന്റിനെയാണ് നമ്മൾ ഈ ജിയോയിൽ ഡിസൈൻ ചെയ്തെടുക്കുക, കുറെ കമ്പോണന്റ്സ് പ്ലേസ് ചെയ്ത്, അത് ഓരോന്നും ഓരോ കമ്പോണന്റ് ആണ്. പക്ഷെ കണ്ടെയ്നർ എന്താ? കണ്ടെയ്നർ ഹോൾഡ്സ് എ ഗ്രൂപ്പ് ഓഫ് കമ്പോണന്റ്സ്. Thus, a container is a special type of component that is designed to hold other components. ഒരു കണ്ടെയ്നറിൽ നമ്മൾ ഈ കമ്പോണൻസിനെ പ്ലേസ് ചെയ്യുകയാണ് ചെയ്യുക. കമ്പോണന്റ് എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ കമ്പോണന്റ് ആണ്. കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഈ കമ്പോണൻസിനെ പ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ all Swing GUIs will have at least one container because containers are components. A container can also hold other containers. This enables Swings to define what is called a containment hierarchy. So, ഇതാണ് all Swing GUIs have at least one container. നമുക്ക് AWT ഈ ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു. ഇവിടെ അറ്റ്ലീസ്റ്റ് വൺ കണ്ടെയ്നർ എങ്കിലും ഉണ്ടാവും. കാരണം ബിക്കോസ് കണ്ടെയ്നേഴ്സ് ആർ കമ്പോണൻസ്. എ കണ്ടെയ്നർ ക്യാൻ ഓൾസോ ഹോൾഡ് അതർ കണ്ടെയ്നേഴ്സ്. അതും അതിന്റെ ഒരു ഫീച്ചറാണ് കേട്ടോ. ഒരു കണ്ടെയ്നറിൽ വീണ്ടും കണ്ടെയ്നേഴ്സിനെ ആഡ് ചെയ്യാം. കണ്ടെയ്നറിനകത്ത് നമ്മൾ കമ്പോണൻസിനെ പ്ലേസ് ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു കണ്ടെയ്നറിനെ വീണ്ടും കണ്ടെയ്നേഴ്സിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ദിസ് എനേബിൾസ് Swing ടു ഡിഫൈൻ വാട്ട് ഈസ് കോൾഡ് എ കണ്ടെയ്ൻമെന്റ് ഹൈറാർക്കി. അപ്പൊ ഇതാണ് നമ്മൾ കമ്പോണന്റും കണ്ടെയ്നറും തമ്മിലൊരു ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ ഓർക്കേണ്ട ഡിഫറൻസ് എന്ന് പറയുന്നത്. Swing components are derived from the J component class. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ്. കമ്പോണന്റ് എന്താണ്? സ്വിങ്ങിലെ എല്ലാ ഓരോ കമ്പോണന്റും ഡിറൈവ് ചെയ്തിരിക്കുന്ന ജെ കമ്പോണന്റിൽ നിന്നാണ് അല്ലെ. ജെ കമ്പോണന്റ് എവിടുന്ന? AWT കണ്ടെയ്നറിൽ നിന്നാണ്. ജെ കമ്പോണന്റ് പ്രൊവൈഡ്സ് ദ ഫംഗ്ഷനാലിറ്റി that is common to all components. Example, J component support the pluggable look and feel. It inherits the AWT class container and component. അപ്പോൾ നമ്മൾ ഇതിനകത്ത് എവിടെ നിന്നാണ് ഈ സംഭവം എല്ലാം എടുക്കുന്നത്? AWTയിൽ നിന്നാണ്. AWTയുടെ കണ്ടെയ്നറിൽ AWTയിൽ നിന്ന് ജെ കമ്പോണന്റ് വരുന്നു. ജെ കമ്പോണന്റിൽ നിന്നാണ് നമുക്ക് വേണ്ട Swing കമ്പോണന്റ് കിട്ടുന്നത്. അപ്പൊ ഈ ജെ കമ്പോണന്റ് ആണ് അതിന് വേണ്ട ഫംഗ്ഷനാലിറ്റി എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ Swing കമ്പോണന്റിന് വേണ്ട എല്ലാ ഫംഗ്ഷനാലിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നത് ജെ കമ്പോണന്റ് ആണ്. അപ്പോൾ ഓൾ ഓഫ് ദ Swing components are represented by classes defined within the പാക്കേജ് javax.swing. ഇതാണ് അതിന്റെ വേറൊരു നമ്മൾ ഇതുവരെ യൂസ് ചെയ്തതിൽ നിന്നുള്ള വ്യത്യാസമായിട്ടൊരു പോയിന്റ്. ഇതൊന്ന് നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്. നമ്മൾ സ്വിങ്ങിൽ യൂസ് ചെയ്യുന്ന പാക്കേജ് ആകുമ്പോൾ javax.swing. മറ്റേത് നമ്മൾ java.awt അല്ലെ java.awt.event.star അങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ ഒരു സ്വിങ്ങിലേക്ക് വരുമ്പോൾ ആ പാക്കേജിന്റെ നെയിം മാറുകയാണ്. javax.swing എന്നാണ് നമ്മൾ ഇതിനകത്ത് കൊടുക്കേണ്ടത്. ഇതാണ് കമ്പോണന്റിനെ കുറിച്ച് ജസ്റ്റ് പറയാനുള്ളത്. ഇത് നമ്മുടെ കമ്പോണൻസ് ആണ് കേട്ടോ. സ്വിങ്ങിൽ യൂസ് ചെയ്ത് ഇതേ സെയിം നിങ്ങൾ AWTയിൽ കണ്ടതാണ്. ജെ ആപ്ലെറ്റ്, നമ്മൾ അവിടെ ആപ്ലെറ്റ് ആയിരുന്നു. ഇവിടെ ജെ ബട്ടൺ, ജെ ചെക്ക് ബോക്സ് മെനു ഐറ്റം, ജെ ഡയലോഗ്, ജെ ഫ്രെയിം, ജെ ലിസ്റ്റ്, അതിലും കൂടുതൽ ഇവിടെ വരുന്നുണ്ട്. ജെ ഓപ്ഷൻ ബാർ, ജെ പ്രോഗ്രസ് ബാർ, ജെ സ്ക്രോൾ ബാർ, ജെ ടെക്സ്റ്റ് ഏരിയ, ജെ വിൻഡോ, ജെ ടൂൾ ടിപ്പ്, ജെ ട്രീ, ജെ ടെക്സ്റ്റ് പാൻ, ടാബ്ഡ് പാൻ, ജെ വ്യൂ പോർട്ട്, സ്ലൈഡർ, പോപ്പപ്പ് മെനു, ലേയേർഡ് പാൻ, ഡെസ്ക്ടോപ്പ് പാൻ. ഇതെല്ലാം തന്നെ നമുക്ക് എന്തിന്റെ എക്സാമ്പിൾസ് ആണ്? നമ്മൾ സ്വിങ്ങിലെ കമ്പോണൻസ് ആണ്. ഇതെല്ലാം തന്നെ യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ കണ്ടെയ്നേഴ്സിലാണ് കൊടുക്കേണ്ടതെന്ന് ഓർക്കുക. നമ്മൾ AWTയിൽ യൂസ് ചെയ്യുമ്പോൾ ഇതെല്ലാം ആപ്ലെറ്റ്, ഡയലോഗ്, ഫ്രെയിം, ലിസ്റ്റ് ഇങ്ങനെ കൊടുത്തിരുന്ന സംഭവങ്ങളാണ് ഇതെല്ലാം തന്നെ. അപ്പൊ ആ ഡിഫറൻസ് ഈ ജെ എന്നുള്ള ഒരു ലെറ്ററിൽ മാത്രമല്ല ഡിഫറൻസ് വരുന്നത്, ഇവിടെ ആഡ് ചെയ്യുന്ന ഒരു കണ്ടെയ്നറിലേക്കാണെന്നുള്ളതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ്. ഓക്കെ.